സീരീസിലെ ഫിസിക്സ് ഇതാ നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ മിറർ ഇക്വേഷൻ അല്ലേ. അപ്പം മിറർ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ഇൻഫിനിറ്റോ സീരീസിലെ മിസ് നിങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം മിറർ ഇക്വേഷനിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചാപ്റ്റർ നിങ്ങൾ അടിച്ചു പൊളിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. സോ അവിടെ നിന്നും ചോദിക്കുന്ന മിറർ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം. When an object of height 5 cm is placed at a distance of 12 cm in front of a concave mirror, a real image is formed at a distance of 24 cm എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒരു കോൺകേവ് ആയിട്ടുള്ള മിറർ ആണുള്ളത്. ഒരു കോൺകേവ് മിറർ ഉണ്ട്. ആ കോൺകേവ് മിററിൽ 5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള അല്ലെ 5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ അപ്പുറത്താണ്? 12 സെന്റിമീറ്റർ അപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റിയൽ ഇമേജ് ഉണ്ടായിട്ടുണ്ട് 24 സെന്റിമീറ്ററിൽ അല്ലെ. അപ്പൊ 24 സെന്റിമീറ്ററിലാണ് എന്തുണ്ടായിട്ടുള്ളത്? റിയൽ ഇമേജ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു കോൺകേവ് മിററിൽ റിയൽ ഇമേജ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാവുക, വിർച്വൽ ഇമേജ് ഇപ്പുറത്താണ് ഉണ്ടാവുക. അപ്പൊ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് എന്തുണ്ടായിട്ടുള്ളത്? 24 സെന്റിമീറ്റർ അപ്പുറത്ത് അല്ലെ. 24 സെന്റിമീറ്റർ അപ്പുറത്തായിട്ടാണ് ആരുണ്ടായിട്ടുള്ളത്? റിയൽ ഇമേജ് ഉണ്ടായിട്ടുള്ളത്. റിയൽ ഇമേജ് ആണെങ്കിൽ അത് എന്താണ്? ഇൻവേർട്ടഡ് ആണെന്നും നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് തന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇനി യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ യു എന്ന് പറയുന്നത് -12 സെന്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി ഇമേജ് ഡിസ്റ്റൻസ് എന്താണ്? നമുക്ക് പറഞ്ഞിട്ടുണ്ട് റിയൽ ഇമേജ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മിററിന്റെ ഈ സൈഡ് തന്നെയാണ്. അപ്പൊ ഈ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്. അപ്പൊ -24 സെന്റിമീറ്റർ ആയിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമുക്ക് കിട്ടി. ഇനി എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? -v/u ആണ്. അപ്പൊ മൈനസ് ഓഫ് വി എന്ന് വെച്ചാൽ -24 ആണ്. ഡിവൈഡഡ് ബൈ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ -12 ആണ്. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -2 എന്നാണ് കിട്ടുക അല്ലെ. -2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം എന്താ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങൾക്ക് അറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമ്മൾ മാഗ്നിഫിക്കേഷൻ ഓൾറെഡി കിട്ടി. എത്രയാ? -2 ആണ് അല്ലെ. അപ്പൊ -2 ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയായിരുന്നു? 5 ആയിരുന്നു. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാ മക്കളെ? -2 × 5 എത്രയാ? -10 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലെ. -10 സെന്റിമീറ്ററിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ്? ഇൻവേർട്ടഡ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്താ? ബേസ്ഡ് ഓൺ 1 magnification how we can predict whether the image formed is erect or inverted എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ നമുക്കറിയാലോ ഇവിടെ ഓൾറെഡി മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻവേർട്ടഡ് ആണ് എന്നാണ് അർത്ഥം. ഇൻവേർട്ടഡ് ആൻഡ് റിയൽ എന്നാണ് അർത്ഥം. ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന അടുത്ത ചോദ്യം നമ്മുടെ മിറർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് മക്കളെ? മിറർ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മിറർ ഇക്വേഷൻ എന്താ? 1/f is equal to 1/v plus 1/u ആണ്. സോ 1/f ആണ് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 1/v എന്ന് വെച്ചാൽ v എത്രയാണ് നോക്കൂ? -24 ആണ്. അപ്പൊ -24 പ്ലസ് 1/u എന്ന് വെച്ചാൽ -12 ആണ് അല്ലെ. അപ്പൊ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. -1/24 -1/12 എന്ന് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന്റെ ഡിനോമിനേറ്റേഴ്സിനെ നമുക്ക് ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഡിനോമിനേറ്റേഴ്സിനെ ഈക്വൽ ആക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ താഴെ എന്തായി? 24 ആയി. ഇനി മുകളിലോ ഇവിടെ -1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. ദാറ്റ് ഈസ് -3/24 എന്ന് വരും അല്ലെ. അപ്പൊ 1/f ആണ് എന്ത്? -3/24. അപ്പൊ f എന്താ? തിരിച്ചിടുക -24/3. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ? കട്ട് ചെയ്യുന്ന സമയത്ത് -8 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്കറിയാം കോൺകേവ് മിററിന്റെ
ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ -8 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. നോക്കിക്കേ. When an object of height 6 centimeter is placed in front of a concave mirror at a distance 10 സെന്റിമീറ്റർ away from it, ഇമേജ് എന്ന് പറയുന്നത് 16 സെന്റിമീറ്ററിലാണ് ഉണ്ടായിട്ടുള്ളത്. മിസ്സിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ആണ്. ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. അപ്പൊ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കൂ, പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10. അപ്പൊ -10 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇമേജ് കിട്ടിയിട്ടുള്ളത് എവിടെയാണെന്ന് പറഞ്ഞത് 16 സെന്റിമീറ്റർ എവേ ഓൺ ദ സെയിം സൈഡിൽ തന്നെയാണ്. അതായത് ഒബ്ജക്റ്റ് വെച്ച അതേ സൈഡിലാണ്. അപ്പൊ നെഗറ്റീവ് തന്നെയല്ലേ വരാ. അപ്പൊ മൈനസ് എത്രയാണ് വന്നത് മക്കളെ? 16 സെന്റിമീറ്റർ എന്നാണ് വരിക. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ എന്താ? -v/u ആണ്. സോ -16 ഡിവൈഡഡ് ബൈ -10 എന്ന് വരും. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ വരിക? -1.6 എന്ന് വരും അല്ലെ. അപ്പൊ മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടി. ഇനി മിസ്സിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? അപ്പൊ 1/f = 1/v + 1/u എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കുക ആൻഡ് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.